നമ്മൾ സോഷ്യൽ മീഡിയയിൽ ചില സമയത്ത് കാണുന്ന റീൽ വീഡിയോസ് അതിൽ സെന്റിമെന്റ് BGM ഒക്കെ കയറ്റി കഴിഞ്ഞാൽ ആ നടന്ന ഇൻസിഡൻറ്റിൻ്റെ ഒരു എക്സ്ട്രീം ഓപ്പോസിറ്റ് സൈഡാവും നമ്മളിലേക്ക് എത്തുക. ഒരു ഇമോഷണൽ BGM കയറിയിട്ട് അവിടെ എന്തെങ്കിലും ഒരു ആക്ട് നടന്നിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് കൺവേ ആവുന്നത് വളരെ ഡിഫറെൻ്റ് ആയിട്ടായിരിക്കും എന്നുള്ളതിൻ്റെ ഒരു എക്സാമ്പിളാണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. ഇത് നടന്ന സംഭവ സ്ഥലത്ത് ഞാനുണ്ടായിരുന്നു, അന്നേ ദിവസം ഞാനുണ്ട്. ഈ സംഭവം ഫുള്ള് എനിക്ക് അറിയാം പേഴ്സണലി. ഞാൻ ഇന്നലെ ഇതിനെക്കുറിച്ചൊന്നും സംസാരിക്കാതിരുന്നത് വേറെ ഒന്നുകൊണ്ടുമല്ല, എൻ്റെ ക്ലോസ് ഫ്രണ്ടാണ് ഈ ഇൻസിഡൻറ്റിലുള്ള ഒരു വ്യക്തി. അപ്പം ഞാൻ വന്ന് ഇനി ഇതിൽ സംസാരിച്ചു കഴിഞ്ഞാൽ നീ അവനെ താങ്ങാൻ വന്നതല്ലേടാ, നിന്റെ ഫ്രണ്ട് ആയതുകൊണ്ട് നീ വന്നതല്ലാതുള്ള ചോദ്യം വരും. അപ്പം അതിലും നല്ലത് എന്താ, കൃത്യമായ തെളിവുകൾ കിട്ടിയതിന് ശേഷം വന്ന് സംസാരിക്കാനാണ്. കാരണം എനിക്കും പേഴ്സണൽ എൻ്റെ ഇൻബോക്സിൽ കുറേ പേര് ഈ ഒരു റീൽ വീഡിയോ ഷെയർ ചെയ്ത് തന്നിട്ട്, കണ്ടാ നിൻ്റെ ഫ്രണ്ട് കാണിച്ചത്, കണ്ടാ ഈ സാധനം, ഇത് ഇഷ്ടം പോലെ പേര് ഇന്നലെ എനിക്ക് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്താണെങ്കിൽ ആ വീഡിയോ ഞാനിവിടെ സൈഡിൽ പ്ലേ ചെയ്യുന്നുണ്ട്. അതിൽ ഞാൻ സൗണ്ട് വെക്കുന്നില്ല, ഞാനത് കോപ്പിറൈറ്റ് അടിക്കും സൗണ്ട് വെച്ച് കഴിഞ്ഞാൽ. ഓക്കെ, എന്താണെങ്കിൽ ആ സാഡ് BGM ആണ് നിങ്ങളോട് ഉറപ്പിച്ചാൽ മതി. ഉറപ്പിച്ചാൽ സാഡ് BGM ആണ്. ഓക്കെ, സംഗതി വേറൊന്നുമില്ല. പണി മൂവി കാണാൻ പോയതാണ്. ഓക്കെ, ഞാൻ ജിത്തുപായിട്ടുണ്ടായിരുന്നില്ല. ഞാൻ പണി മൂവി കാണാൻ വേണ്ടിയിട്ട് കൊച്ചി പോയ ടൈമിൽ നമ്മളെ യാതിൽ ഇക്കുബായ് കുഴിമന്തിൻ്റെ യാതിലും ഞാനും നല്ല ഫ്രണ്ട്സാണ്. അപ്പോൾ യാതിൽ എന്ത് ചെയ്തു, പടം കണ്ട് പുറത്തിറങ്ങിയ ടൈമിൽ നമ്മളെ ജുനൈസ് നിൽക്കുന്നുണ്ട്, യാതിലുണ്ട്. അപ്പം ഇങ്ങനെ നിന്ന സമയത്ത് ഒരു വ്യക്തി ഫോട്ടോ എടുക്കാൻ വേണ്ടി വന്നതാണ്. ജുനൈസിൻ്റെ കൂടെ ഫോട്ടോ എടുത്തിട്ടുണ്ട്. പ്ലസ് യാതിൽ ചെന്ന സമയത്ത്, യാതിൻ്റെ അടുത്ത് അപ്രോച്ച് ചെയ്ത സമയത്ത് യാതിൽ ഇങ്ങനെ അത് മാറിപ്പോയി. ഓക്കെ, അതിൽ ഈ സാഡ് BGM കൂടി അങ്ങോട്ട് കയറിയപ്പോൾ എന്താ പറയുക, സംഗതി ഇവൻ ഇത്ര അഹങ്കാരിയാണോ, ഇവൻ എന്തിനാണ് ഇത് തട്ടിമാറ്റി പോയത്? നമ്മൾ ഈ അതിനെ ഞങ്ങളേറ്റവും കൂടുതൽ അതിന്റെ പറയാറ്, ഇന്റെ മുന്നേ ഇങ്ങനൊരു നന്മേഷ് ഉണ്ടോന്നാണ് നമ്മള് ഞാൻ ആദ്യം ചോദിച്ചത് മൂപ്പര ആക്ടിങ് ആണെന്നുള്ളത്. ഇത് നമ്മളോട് സംസാരിക്കുമ്പോഴും ഇങ്ങനെയൊക്കെ തന്നെ സംസാരിക്കുള്ളൂ. അതെ, പക്ഷെ ഈ ഒരു സാഡ് BGM നിങ്ങൾ ആലോചിക്കോ, ഈ ഒരു ആക്ഷനിലെ ഒരു സാഡ് BGM. ജുനൈസിന് അയാൾ വന്നിട്ട് വിളിക്കുന്നു, അപ്പുറത്ത് ആരുണ്ട്, ഈ യാതിൽ ജുനൈസിനെ കെട്ടിപ്പിടിക്കുന്നു. പിന്നെ പെട്ടെന്ന് നമ്മൾ നോക്കുന്നെന്താ, ഈ യാതിൽ ഫോട്ടോ എടുക്കാതെ പോവാണ്. അപ്പോൾ ഈ സാഡ് BGM-ഉം ഈ തോണ്ടുണ്ട്, യാതിലിനെ തോണ്ടുമ്പോൾ യാതിൽ നോക്കിയിട്ട് അവിടെ പോവാണ്. പക്ഷെ അവിടെ നടന്ന സംഭവങ്ങളൊന്നും ഈ പാട്ടിടുമ്പോൾ പാട്ടിൽ വരില്ലല്ലോ. അപ്പം എന്താണെങ്കിലും ഇതിൻ്റെ കമൻറ്റ് ബോക്സ് ഫുള്ള് സീനായിരുന്നു. അതാണ് യാതിലിന് ഏറ്റവും കൂടുതൽ ഹേർട്ടായത്. അതായത് ഇതിൻ്റെ കമൻറ്റ് ബോക്സ് കാര്യം അറിയാതെ യാതിലിൻ്റെ റെസ്റ്റോറൻറ്റ് വരെ പറഞ്ഞിട്ട് എന്താക്കി, ഇക്കുബായ് കുഴിമന്തിന്ന് വരെ പറഞ്ഞിട്ട് വരെ ആൾക്കാരുണ്ട്. ഭയങ്കരമായിട്ടുള്ള ചീത്തവിളിയും ഭയങ്കരമായിട്ടുള്ള മോശമായിട്ടുള്ള വർത്താനവും. അത് ഇത്ര കാലം സ്നേഹിച്ച ആളുകൾ ഒറ്റയടിക്ക് മാറുന്നതാണ്. അതായത് മാനിപ്പുലേഷൻ മനസ്സിലാവാതെ, മീഡിയയുടെ മാനിപ്പുലേഷൻ മനസ്സിലാവാതെ നിങ്ങൾ മാറുന്നത് ഭയങ്കര അല്ല. സ്വാഭാവികമായിട്ടും എന്താ പറയാ, ഒരു ചില സമയങ്ങളിലെങ്കിലും ഒരു ഹേറ്റ് സ്പീച്ചോ അല്ലെങ്കിൽ ആൾക്കാരോട് എന്തെങ്കിലും മോശമായി പെരുമാറിയത് അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുള്ള ഒരാളാണെങ്കിൽ ഓക്കെ. നമ്മൾ യാതിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാരടുത്തും നമ്മളടുത്തുള്ള എല്ലാരടുത്തും വളരെ കൂളായി നിൽക്കുന്ന ഒരു മനുഷ്യനാണ്. നിങ്ങൾക്ക് ഇക്കുബായ് കുഴിമന്തി പോയിട്ടുണ്ടെങ്കിലോ യാതിനെ നിങ്ങൾ പുറത്തുനിന്ന് കണ്ടിട്ടുണ്ടെങ്കിലോ, ഇല്ല മെസ്സി ഫാൻ എന്നുള്ള നിലയ്ക്ക് നിങ്ങൾക്ക് യാതിനെ അറിയാവുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് എങ്ങാനും ഫുഡ് കഴിക്കാൻ പോയിട്ട് നിങ്ങൾ അറിയാതെ പോക്കറ്റ് എങ്ങനെ ഇങ്ങനെ തപ്പുന്നുണ്ട്, അപ്പോൾ ആവും ചിലപ്പോൾ ബിരിയാണി ഇത് തന്ന് നിങ്ങൾക്ക് വീട്ടിലും കൊടുത്തുവിടും. അങ്ങനത്തെ മനുഷ്യനാണ്. ഗിവ് അവേ ഫെയിം ആണ് ഇപ്പോൾ. മെസ്സിയുടെ ബിഗ്ഗസ്റ്റ് ഫാൻ. യാതിനെ അറിയാത്തവർക്ക് ഞാൻ പറഞ്ഞതാണ്. അതൊക്കെയാണ് യാതിൽ. എന്താണെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഇൻസ്റ്റാഗ്രാമിൽ യാതിൽ ഈസ് എ വൈറൽ കോണ്ടന്റ്. ഓക്കെ, എന്താണെങ്കിലും യാതിൽ റിലേറ്റഡ് ആയിട്ട് ഈ സാധനം ഭയങ്കരമായിട്ട് സ്പ്രെഡായി. ഞാൻ എന്ത് ചെയ്തറിയോ, അന്ന് രാത്രി ഞാൻ ഈ സാധനം കോപ്പി ചെയ്തു. എനിക്ക് ഇങ്ങനെ അയച്ചിട്ടില്ല ആൾക്കാർ. ഞാൻ കോപ്പി ചെയ്ത് ഞാൻ പിന്നെ യാതിനെ അയച്ചു കൊടുത്തില്ല. എന്താ അയച്ചു കൊടുക്കാമെന്നറിയാം. ഞാൻ അതിനോടും പറഞ്ഞു, നമുക്കൊക്കെ സാധാരണ നമ്മളെക്കുറിച്ച് എന്തെങ്കിലും നെഗറ്റീവ് സാധനം അല്ലെങ്കിൽ നമ്മളെക്കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോൾ അയച്ചാൽ 100 ആൾ കാണും. ആ 100 ആളെ കൂട്ടത്തിൽ ഞാനതുപോലെ ഇൻസ്റ്റാഗ്രാമിൽ എടുത്ത് നോക്കുമ്പോൾ കാണുന്നുണ്ട്. അപ്പൊ യാതിലിന്റെ ആകുമ്പോൾ നമുക്ക് ഉറപ്പാണ് ഇത് എന്തെങ്കിലും സംഗതി, കാരണം നമുക്കറിയണേ യാതിലല്ലേ. ഇപ്പൊ ഞാൻ സംഗതി പറഞ്ഞുതരാം. പണി മൂവി കാണാനാണ് പോയത്. പണി മൂവി കാണാൻ പോയ ടൈമില് ഞാൻ അന്ന് എനിക്ക് കൊച്ചിയിൽ വേറെ പ്രോഗ്രാം ഉണ്ട്. അപ്പൊ പിന്നെ രാവിലെ നമ്മളെ ജുനുക്ക അഭിനയിച്ച പടമാണ്, ജോജുവിന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ പിന്നെ എന്ത് ചെയ്തു, നേരെ പോയി പടം കാണാന്ന് പറഞ്ഞ് ഞാൻ രാവിലെ തന്നെ കയറി.
യാതിൽ നിന്ന് ഞാൻ വരുന്ന അറിയില്ല, തിയേറ്ററിൽ നിന്നാണ് ഞാൻ യാതിലും കാണുന്നത് തന്നെ. അങ്ങനെ ഞങ്ങൾ റിവ്യൂ ഒപ്പിട്ട് 24 ഒക്ടോബറിന് ഞങ്ങൾ ഒപ്പാണ് ഞങ്ങൾ റിവ്യൂ ഇട്ടത്. ഈ വ്യക്തി, കണ്ണാട്ട വ്യക്തി, ആദ്യം യാതിലിൻ്റെ അടുത്ത് വന്ന് സെൽഫി എടുത്ത് പോയതാണ്. കാരണം ഞങ്ങൾ നിൽക്കുമ്പോഴാണ് എന്ത് ചെയ്ത് സെൽഫി സംഭവം ഉണ്ടായിട്ട് പോയിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ടാണ് ഇയാൾ ജുനൈസും യാതിൽ നിൽക്കുമ്പോൾ. അപ്പം യാതിലിൻ്റെ മൈൻഡിൽ എന്താ, ജുനൈസ് ആണ് ആ സിനിമയിൽ അഭിനയിച്ച വ്യക്തി. ജുനൈസ് ഒപ്പം നിൽക്കുമ്പോൾ ആ ആള് മാറി എടുക്കാൻ വന്നതോ അങ്ങനെ എന്തോന്നാവും ആര് യാതിൽ കരുതിയിട്ടുണ്ടാവുക. യാതിലും ചോദിച്ചപ്പോൾ യാതിൽ അതാ പറഞ്ഞേ, എൻ്റെ ഓൾറെഡി എടുത്തു പോയ ആളാണ്, പിന്നെ അവിടെ ആ സിനിമയിൽ അഭിനയിച്ച് ഫെയിം ആയിട്ടുള്ള ആൾക്കാരുണ്ടല്ലോ, അവരൊപ്പം എടുക്കണ്ടേ, എൻ്റെ ഒപ്പം എന്തിനാ എടുത്തിട്ട് കാര്യം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എൻ്റെ ഒരു വട്ടം എടുത്തതാന്ന് പറഞ്ഞ് ഞാൻ ഒഴിഞ്ഞു മാറിപ്പോയത്. അതാണ് സാഡ് BGM ഇട്ടിട്ട് അഹങ്കാരിയായ യാതിൽ എന്ന് പറഞ്ഞ് വിട്ടേ. മക്കളെ, യാതിലിന് ഇന്നലെ മുതൽ യാതിൽ ഈസ് ലൈക്ക് എന്താ പറയുക, ഇത്ര ഹെയ്റ്റ് വരുമ്പോൾ ഒരു മനുഷ്യന് അതും ചെയ്യാത്തൊരു കാര്യത്തിന് ഹെയ്റ്റ് വന്നപ്പോൾ ഞാൻ അനുഭവിച്ചതാണ്. മനാഫിൻ്റെ സീനിലൊക്കെ നമ്മൾ വിചാരിക്കാത്തതോ നമ്മൾ ചെയ്യാത്തതോ ആയിട്ടുള്ളൊരു കാര്യം നമുക്ക് മീഡിയ തരുന്ന ഹെയ്റ്റ് നമുക്ക് ഭയങ്കര സീനാണ്. യാതൊരു ഇന്നലെ ഇയാളെ കണ്ടുപിടിച്ചേ പറ്റൂ. യാതൊരു ഭീകരവാദിയാക്കി ഭയങ്കരം. ഞാൻ പറഞ്ഞില്ല, റെസ്റ്റോറൻറ്റിനെതിരെ വരെ, അതായത് അയാളുടെ ബിസിനസ്സിനെതിരെ വരെ എന്തായി കമന്റുകൾ വരാൻ. അപ്പൊ എന്താണെങ്കിലും യാതിൽ ഈ വ്യക്തിയെ കണ്ടും ചെയ്തു. ഇങ്ങനെ ഫോണിൽ എന്ത് ചെയ്ത് ഈ യാതിലിന്റെ ഫോട്ടോ ഉള്ളതിന്റെ തെളിവ് പ്രൂഫ് 24 ഒക്ടോബറിൽ ജുനൈസിനൊപ്പം ഫോട്ടോ എടുത്തിട്ടുണ്ട് ഇയാള് യാതിലിന്റെ കൂടെ. അപ്പൊ ഈ കമന്റ് ഇട്ടവരൊക്കെ ഇപ്പൊ എന്തായി, ഈ സാഡ് BGM ഈ റീലും കണ്ട് കമന്റ് ഇട്ടവരൊക്കെ എന്തായി. ഇനി വേണമെങ്കിൽ ആ ക്യാമറ ഒന്ന് ഇങ്ങനെ തിരിച്ചു പിടിച്ചിട്ട് സ്വന്തം ഫോട്ടോ വെച്ചിട്ട് ഒരു സാഡ് BGM കൊടുക്കാവുന്ന. അതെ, മോയെ ആ സാധനം അടയുന്നത്. അതായത് ഞാൻ പറയാം, മീഡിയ മാനിപ്പുലേഷൻ യാതില മാത്രമല്ല, പിന്നെ യാതിലും അൽസാജിലെ നമ്മളെ അൽസാജിലെ ഷിയാസ്കൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഷിയാസ്ക നമ്മളെ അൽസാജിൽ കൊണ്ടുപോയിട്ട് മന്തി, ഷിയാസ്ഖാന്റെ അവിടെ നിന്ന് മന്തി കഴിച്ചത്. ഞാൻ വിചാരിച്ചു യാതിലിന്റെ അവിടെ ഒന്ന് വിചാരിച്ചു. ഷിയാസ്ഖാന്റെ വീടിന്റെ അടുത്താന്ന് പറഞ്ഞത് ഈ വ്യക്തി. അങ്ങനെ അവരെല്ലാരും കൂടി പോയി മന്തി കഴിക്കലും സെറ്റപ്പൊക്കെ ആയി. ലാസ്റ്റ് എന്തായി, ആളെ കിട്ടി, അത് സെറ്റിലായി, സംഗതി തീർത്തു. എന്താണെങ്കിലും അത് ഹാപ്പി ആയിട്ട് എന്തായി, സംഗതി തീർന്നു കിട്ടി. പക്ഷേ ആ ഒരു കുറച്ച് സമയം കൊണ്ട് യാതിൽ വന്ന ഹെയ്റ്റ്, ഞാൻ അതാണ് ഇവിടെ പറയുന്നത്. പല അണ്ണന്മാരും വരുന്നുണ്ട് അല്ലേ, ഞാൻ നോക്കുമ്പോൾ പല അണ്ണന്മാരും വരുന്നുണ്ട് ഇതിൽ തിയേറ്ററിൽ. ഓരോ സിനിമയ്ക്ക് ഓരോ അണ്ണന്മാരുടെ ജന്മമാണ്. എല്ലാ അണ്ണന്മാർക്കും അണ്ണം പട്ടം കൊടുക്കുന്നത് നമ്മളുടെ ആറാട്ടണ്ണനുമാണ്. ഇന്നിപ്പോൾ അണ്ണം വന്നിരുന്നല്ലോ, ഇന്ന് നമ്മളെ മറ്റേ കങ്കുവ അണ്ണം വന്നിട്ടുണ്ടായിരുന്നു. കങ്കുവ അണ്ണം വന്നപ്പോൾ കങ്കുവ അണ്ണനാക്കിയത് ആറാട്ടെണ്ണം തന്നെയാണ് ആക്കി കൊടുക്കുന്നത്. ആറാട്ടെണ്ണാണ് ഇത് എൻജോയ് ചെയ്ത് തൊട്ടപ്പുറത്ത് മാറി നിന്ന് കാണുന്നുണ്ട്. അതെ, അപ്പൊ അങ്ങനെ തലയ്ക്കൊരു വെട്ടും കിട്ടിയ ഒരടിയും കിട്ടിയിരുന്നു അതിന്. അപ്പൊ എന്താണെങ്കിലും ഇങ്ങനെ കുറെ ആൾക്കാർ വരുന്ന കൂട്ടത്തിൽ വന്ന ഒരാളാണ് ആര്, ഈ ഒരു വ്യക്തി. ഈ ഒരു വ്യക്തിക്ക് സിനിമയിൽ അഭിനയിക്കണം എന്നുള്ള ആഗ്രഹവും സിനിമാക്കാർ ഒപ്പം നടന്നുള്ള സെൽഫിയും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ് മൂപ്പര് മെയിനായിട്ട് വനിതാ വിനീത തിയേറ്ററിലേക്ക് എല്ലാ ശനി ഞായറും വരുന്നത്. അങ്ങനെ വന്നതുമാണ്. എന്താണെങ്കിലും ഒറ്റ ദിവസം കൊണ്ട് യാതിലിന് ഒരു കാര്യം മനസ്സിലായിട്ടുണ്ട്, മീഡിയക്ക് എങ്ങനെ ഇവിടെ കാര്യം തിരിക്കാം. വളരെ സിമ്പിൾ ആയിട്ട് മനസ്സിലാവും. ഈ ചിരിച്ചിങ്ങനെ നിൽക്കുന്ന ആൾക്കാരല്ല ഒന്ന് മാറിയാൽ മതി, ഒരു ഇഞ്ച് അങ്ങോട്ടോ ഇങ്ങോട്ടോ പറയും. ഇത് മനസ്സിലാക്കിയോണ്ടാണ് ഞാൻ എന്ത് ചെയ്തറിയോ, ഈ സെയിം സാധനം ഈ ഫോട്ടോ എടുക്കുന്ന സമയത്ത് യാതിലൊന്ന് കെട്ടിപ്പിടിച്ചിട്ടുണ്ടെങ്കിൽ എന്താ നമ്മളെ ഇത് പറയും മറ്റേ പുതിയ വീഡിയോ ഇട്ട സമയത്ത്. അല്ലെങ്കിൽ ഞങ്ങൾക്ക് അറിയുന്നത് ഞങ്ങളെ യാതിൽക്ക പൊളിയാണ്, അടിപൊളിയാണ്, കിടിലനാണ്. ഇതാ ഞങ്ങളോട് ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞത്. കമന്റ് ബോക്സ് നോക്കിയിട്ട് ഒരാളിന്നെ സായി പൊളിയാന്ന് പറഞ്ഞാലും ഞാൻ എൻ്റെ മനസ്സിൽ എന്താ എനിക്കറിയോ, ഇന്ന് വൻ സായി പൊളി എന്ന് പറഞ്ഞു, നാളെ വൻ സായി പൂ ആണെന്ന് രണ്ടും പറയും. എന്തിനാ പറഞ്ഞത്, എല്ലാരും ഒരുപോലെ ഹാൻഡിൽ ചെയ്യാം. അതെന്താ നമ്മൾ ചെയ്തിട്ടോ പറഞ്ഞിട്ടോ വേണ്ട, വേറെ ആരെങ്കിലും നമ്മളെ കുറിച്ച് എന്തെങ്കിലും ഒരു സാധനം മിസ്ലീഡിങ് ആയിട്ട് ഇട്ടാലടക്കം കാര്യം എന്താ നോക്കാതെ അറിയാതെയും വന്നിട്ട് എന്ത് ചെയ്യും, അതൊക്കെ നിളയ്ക്കും വിളിച്ചിട്ട് പോകും. എന്താ പറയുക, ഇപ്പം ഇത് പറയണം, ഞാൻ ഇന്നലെ പറയാൻ വെച്ച സാധനമായിരുന്നു, ഞാൻ ഇന്നിപ്പോൾ ഇത് പറയാതെ വിടും. പിന്നെ മീഡിയക്കാരോട്, ഞാൻ മീഡിയക്കാരെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ്. മീഡിയയിലുള്ള ഒട്ടുമിക്ക എല്ലാവർക്കും അത് നന്നായിട്ട് അറിയാം. എന്തൊക്കെ പ്രശ്നം വന്നാലും ഞാൻ അവരുടെ എഫേർട്ടിനെ ബാക്കിയുള്ള നാട്ടുകാരൊക്കെ എല്ലാവരും തെരഞ്ഞു പിടിച്ച് ചീത്ത പറയലുണ്ട്. നമ്മളത് വെച്ചിട്ട് ഒരു ഡോക്യുമെന്ററി ഒരു സാധനം ചെയ്യണം പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവരുടെ എഫേർട്ട് കാരണം ഈ EMIക്ക് ഫോൺ മേടിച്ച് എല്ലായിടത്തും ഓടിപ്പിടിച്ച് അവരെ ആട്ടുന്നുപ്പും കേട്ട് ഈ സെലിബ്രിറ്റികൾ വേണമെന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തി ഭക്ഷണം കുറേ പരിപാടികൾ ആരും ഇവര്
നടക്കുന്ന സാധനം വെച്ച് ഞങ്ങൾ ഇവർ അനുഭവിക്കുന്നുണ്ട്. കാരണം നമ്മളിലേക്ക് ഈ വിഷ്വൽസ് എത്തിക്കുമ്പോഴാണല്ലോ നമ്മൾ തെറി വിളിക്കുന്നതും സപ്പോർട്ട് ചെയ്യുന്നതും ഒക്കെ നമുക്ക് ഈ വിഷ്വൽസ് കാണുന്നതുകൊണ്ടാണല്ലോ. അപ്പൊ അതിന്റെ ബാക്കിൽ അവർ അതിന് ഓടുന്നുണ്ട്, അതിന്റെ എഫേർട്ട് ചെയ്യാൻ സമ്മതിച്ചു. പക്ഷെ ചില ആളുകൾ, ഞാൻ എല്ലാവരും പറഞ്ഞ ചില ആളുകൾ ഒരുമാതിരി ചെറ്റ പരിപാടി കാണിക്കുന്നുണ്ട്. അങ്ങനത്തെ ഒരു ചെറ്റ പരിപാടിയാണ് ഇതിന്റെ പിന്നിൽ നടന്നിട്ടുള്ളതെന്നാണ് എനിക്ക് പേഴ്സണലി അറിയാൻ കഴിഞ്ഞത്. അതൊരു തെണ്ടിത്തരാണ് കാണിച്ചത്. അതായത് എന്തിന്റെ പ്രൊമോഷന് വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിലും, പടത്തിന്റെ പ്രൊമോഷൻ ആണെങ്കിലും പേജിന്റെ പ്രൊമോഷൻ ആണെന്നുണ്ടെങ്കിലും ഓക്കെ, ഒരു വട്ടം ഇതാണ് ഇൻസിഡന്റ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അല്ലേ ഇത് പറഞ്ഞ് മനസ്സിലാക്കിയാലും വീണ്ടും അത് ഡിലീറ്റ് ആക്കിയിട്ട് കാര്യം നമ്മൾ ഇതാണ് ഇന്ന വ്യക്തിക്ക് നമ്മളൊരു സെൽഫി എടുത്തിട്ടുണ്ട്, അത് ഒരു വിത്തിൻ ഹവേഴ്സ് അയാളെ കിട്ടിക്കഴിഞ്ഞാൽ അയാളെ ഫോണിൽ ആ സെൽഫി കാണിച്ചാൽ നിങ്ങൾ ഡിലീറ്റ് ചെയ്യുന്ന പറഞ്ഞപ്പോഴത്തേക്ക് വീണ്ടും ഇടുക. അത് എന്തിനു എങ്ങനെയെങ്കിലും പ്രൊമോഷൻ കിട്ടിക്കോട്ടെ വിചാരിച്ചിട്ട്. അതെ, അത് വൃത്തികെട്ട പരിപാടിയാണ്. അങ്ങനത്തെ പരിപാടി കാണിക്കാതിരിക്കുക. പിന്നെ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ മീഡിയനോട് ഒരു റെസ്പെക്റ്റ് ഉണ്ട്. എല്ലാത്തിനും BGM കുത്തിക്കയറ്റി അടിക്കുന്നത് അല്ലെങ്കിൽ എല്ലാത്തിനും അങ്ങനത്തെ ഒരു സീന്, അത് ഇപ്പോൾ ചില നടന്മാർ, ഞാൻ തന്നെ ഇതിനു മുന്നേ റിയാക്ട് ചെയ്തിട്ടുണ്ട്. അത് ചില ആളുകളുടെ അടുത്ത് സെൽഫി എടുക്കാൻ പോകുന്ന സമയത്ത് ആ സെൽഫി തട്ടി മാറ്റുമ്പോൾ നമ്മൾ എന്തൊരു ഒരു അഹങ്കാരം കമന്റ് ബോക്സ് കാണണം, പച്ചത്തെറിയുള്ളിയും സീനും ആയിരിക്കും. അവരെ പ്രൈവസിക്കാണ് ഇടിച്ചു കയറി ചെല്ലുന്നത്. അപ്പൊ അത് അവർക്ക് ചില മൂഡ് അവർക്ക് പല ആളുകളുണ്ട്. എന്താ പറയാ, ചിലപ്പോ അത് പിടിച്ചു വലിച്ചിട്ട് എടുത്ത് ഫോട്ടോ എടുക്കുന്ന ആൾക്കാർ, നടന്നു പോകുന്ന ആൾക്കാരെ പിടിച്ചു വലിച്ച് ഫോട്ടോ എടുക്കും. തിയേറ്ററിൽ നിന്ന് പുറത്തിറങ്ങുമ്പോ, ഹോട്ടലിൽ നിന്ന് പുറത്തിറങ്ങുമ്പോ, ഒരു കാറിൽ എവിടെയെങ്കിലും ഫാമിലി ആയിട്ട് പോകുമ്പോ, അല്ലെങ്കിൽ നമ്മൾ വിളിക്കുന്നതന്നെ കണ്ടിട്ടുണ്ട്. ഒരു തീരുമാനത്തില്ല, ഞാൻ നിർത്തി ഇങ്ങനെയൊക്കെ. ഇപ്പൊ കഴിഞ്ഞ ദിവസം എനിക്കൊരു ഇൻസിഡന്റ് ഉണ്ടായി. ഞാൻ സാധാരണ ആരെന്നെ എന്നൊക്കെ പറഞ്ഞ് വിളിച്ചാലും ഞാൻ എന്ത് ചോദിച്ചാൽ ഞാൻ അങ്ങോട്ട് പോകും. ഞാനൊരു സൈഡിൽ നിന്ന് പറഞ്ഞ ചീത്ത പറയാറാണ്. എന്തിനാ പോണേ, എന്തോ പട്ടിയാണ് ചോദിക്കും. ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ഒരു സ്ഥലത്ത് നിന്ന് ഉണ്ടായതാണ് അങ്ങനെ വിളിക്കുന്നത്. നമ്മൾ കാര്യമായിട്ട് നടന്നു ഇങ്ങനെ വിളിക്കുന്നത് ഫോട്ടോ എടുക്കാൻ. ഞാൻ പോയി വേറെ കാര്യം ഞാൻ പോയി. പിന്നെ ഞാൻ ആലോചിച്ചപ്പോ ഞാൻ ചോദിക്കാം, സായിന്ന് വിളിക്കുക, സീക്രട്ട് എന്ന് വിളിക്കുക, ഒന്നും വേണ്ട, അങ്ങനെയല്ലേ വലിയ കുഴപ്പമില്ല. ഇതൊരുമാതിരി കുഴപ്പമില്ല. ചില ആളുകളുണ്ട് കാറൊക്കെ നിർത്തി എന്നിട്ട് സെൽഫി എടുത്തൊരു പോക്ക് ഭയങ്കര. അതെന്താ പറയാ, അതൊക്കെ അത് ഇപ്പൊ ഞാൻ എന്ത് ചെയ്ത് ഞാൻ നോക്കാതെ പോകണില്ല, ഞാൻ ഭാഗത്തേക്ക് നോക്കും, നോക്കിയിട്ട് എന്താ പറയാ ഞാൻ പോയി. അല്ല, അവര് വിളിക്കുമ്പോ നമ്മൾ അങ്ങോട്ട് പോകുന്നത് നമ്മൾ അവർക്ക് കൊടുക്കുന്ന റെസ്പെക്ട്. അതെ, പക്ഷെ ആ റെസ്പെക്ട് നമുക്ക് തിരിച്ചവര് നമ്മളെ ചുച്ചു അതല്ലല്ലോ ശൂഷു എന്ന് വിളിക്കും ചിലര്. അത് ഞാൻ നോക്കാം, അത് ജെന്യുവിൻ ആയിട്ട് ചിലര് ഒന്ന് വിളിക്കും. അത് നമുക്ക് ജെന്യുവിൻ ആയിട്ട് എന്താ വിളിക്കേണ്ടതെന്ന് അറിയാം അങ്ങനെ വിളിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷെ ഇതങ്ങനല്ല. ഞാൻ പറഞ്ഞ ആൾക്കാർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നിൽക്കും, വിളിച്ചത് അവളേക്ക്. അതൊക്കെ അതൊന്നും ഇപ്പല്ല കേട്ടോ. അപ്പൊ അതൊക്കെ തിരിഞ്ഞിട്ട് നോക്കാറില്ല, അത് വേറെ കേസ്. കാരണം നോക്കേണ്ട ആവശ്യമില്ല നമുക്ക്. കാരണം നമ്മുടെ പ്രൈവസിയാണ്. നമ്മുടെ പ്രൈവസിയിൽ നമ്മളൊരു സ്ഥലത്ത് പോയി നിൽക്കുന്ന സമയത്ത് അങ്ങനത്തെ വിളി വിളിക്കുന്നതൊന്നും അത് നല്ല പരിപാടിയല്ല. അത് ആൾക്കാരും മനസ്സിലാക്കുക അല്ലേ, അങ്ങനെയാണ്. അപ്പൊ എന്താണെങ്കിലും ഇക്കുബായിന്റെ കേസ് ഞാൻ ഇന്നലെ തന്നെ സംസാരിക്കണം എന്ന് വിചാരിച്ചാണ്. കാരണം അതിലെന്താ ചെയ്തത് നല്ല ബോധ്യമുള്ളതുകൊണ്ടാണ് അതിലതിന്റെ പുറകെ ഇന്നലെ ഉറങ്ങാതെ ഇയാളെ ആർക്കും അറിയൂല. ഞാൻ ആറാട്ടറിനെ വിളിക്കുന്നു, ബാക്കി പേജുകാരെ വിളിക്കുന്നു, അൽസാജിലെ ഷിയാസ്കാരെ വിളിക്ക്, കടൽ മച്ചാന്റെ വഴിക്ക് കുറെ പേരുണ്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. വീഡിയോ ചെയ്യണ്ടോ നിങ്ങളൊക്കെ എന്നോട് പറഞ്ഞതാ, എന്നോട് ഇന്നലെ ചെയ്യരുത് പറഞ്ഞേ. ഇന്നലെ യാതിൽ നമ്മളോട് ചെയ്യരുത്, വീഡിയോ ചെയ്യരുത്, ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നം ഫ്രണ്ട്സിനെ താങ്ങാൻ വന്നു, വെളുപ്പിക്കാൻ വന്നു. പക്ഷെ ഇനി എന്താ പറയാ, ഇനി ഞാൻ മീഡിയക്കാരോട്, എന്റെ ഫ്രണ്ട്സാണ്, നല്ല ഫ്രണ്ട്സാണ്, അവരോടാ പറയണേ, ചില സാധനങ്ങളൊക്കെ BGM ഇട്ട് അടിക്കുമ്പോ അല്ലേ ചിന്തിച്ചിട്ടൊക്കെ നോക്കിയാൽ മതി. കാരണം അത് ചിലപ്പോ എന്താ പറയാ, ഇയാള് ഈ ബിസിനസ് സാധനമൊക്കെ ഉള്ള അങ്ങനത്തെ കുറെ ആൾക്കാരുണ്ടാവും. ചിലപ്പോ അവർക്ക് അടിക്കും, അങ്ങനെ നെഗടിക്കാൻ ചാൻസ് ഉണ്ട്. ഇപ്പൊ ഈ പറഞ്ഞ പോലെ അതിനൊന്നും ആരും ഉപദ്രവിക്കാത്ത ആളുകളാണ് മീഡിയക്കാർക്ക് തന്നെ അറിയണ്ടാവില്ല. അവരെ മുന്നിൽ തന്നെ അതിലെപ്പോഴും ചിരിച്ചു കളിച്ച് തമാശ പറയണല്ലേ. ഇനിയിപ്പോ ഈ അണ്ണന്മാരാവാൻ വേണ്ടി വരുന്ന ആൾക്കാരുണ്ട് തിയേറ്ററിൽ, അവരെങ്ങൾ എന്തോ ചെയ്തു അണ്ണന്മാരാവാൻ വേണ്ടി വരുന്നത്. അവരത് വിചാരിച്ചിട്ട് തന്നെ വരുന്നത്, അവരതിങ്ങനെ ആവണം എന്ന് വിചാരിച്ചു വരുന്ന ആൾക്കാരാണ്. അവരെ പിന്നെ നിങ്ങൾ ഇനിയിപ്പോ എന്ത് കാണിച്ചാലും എന്തില്ല, അവർക്ക് അതാണ് ആവശ്യം. നെഗോ പോസിറ്റീവോ അവർക്ക് അതാണ് ആവശ്യം. പിന്നെ അവർക്ക് വലിയ സീനൊന്നുമില്ല, അവർ അതിന് വേണ്ടി വരികയാണ്. അതിലൊക്കെ ഒരു ഫോട്ടോ എടുക്കാൻ ചോദിച്ചാൽ 10 ഫോട്ടോ എടുത്തു, 10 ഫോട്ടോ ആണെങ്കിൽ മൊബൈലിൽ ഫോട്ടോ എടുത്ത് നമ്മളൊന്നും അങ്ങനെ പറയാൻ പറ്റില്ല. അതിൽ അങ്ങനെ പറയാം നമുക്ക്. ചിലപ്പോൾ വീട്ടിലൊന്നും നമുക്ക് ഫാമിലി ആയിട്ടൊന്നും എടുത്തിട്ട് പോവാന്നൊക്കെ പറയും. അതും ഒരു സെൽഫിക്കൊന്നും യാതൊരു ചെയ്യൂല. കാരണം അയാളുടെ തന്നെ ഡ്രീം മെസ്സിനെ നേരിട്ട് സെൽഫി എടുക്കണം. അതെ അതെ, അങ്ങനെയുള്ള ഒരാൾ വേറൊരാളുടെ സെൽഫി ബ്ലോക്ക് ചെയ്യുമോ? ഒന്നും ഒരിക്കലും ചെയ്യില്ല. അപ്പൊ ഇങ്ങനത്തെ ഹെയ്റ്റ് മാക്സിമം എന്താ അറിയോ,
വരുമ്പോൾ നിങ്ങളൊന്ന് നോക്കുക എന്താണ് യഥാർത്ഥത്തിൽ എന്നുള്ളത്. കാരണം എനിക്ക് തോന്നുന്നു ഇതിന് മുമ്പ് ഇത്രയൊക്കെ ഏറെ പോയത് മറ്റേ സൗദിനോട് തോറ്റപ്പോഴാണ്. അർജന്റീന സൗദിനോട് തോറ്റപ്പോഴാണ് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ചീത്തോളി കേട്ടിട്ടുള്ളത്. അല്ല ഇതിപ്പോ എന്താ പറയുന്നത്, ഇത് പറയുമ്പോൾ എന്തായാലും ഇതിന്റെ ഈ ചെയ്യുന്ന വീഡിയോസിൽ നീയൊക്കെ ചോദിച്ചിട്ടാണോ? അത് ചോദിച്ചിട്ട് തന്നെയാണ് പലതും ചെയ്യാറ്. ഞാൻ മാക്സിമം കാര്യങ്ങളൊക്കെ ചോദിച്ചും പറഞ്ഞിട്ട് തന്നെയാണ് ചെയ്യാറ്. ഞാൻ ഇതിൽ കാണുമ്പോൾ പല ആൾക്കാർക്ക് ഒരു വിചാരമുണ്ട്, നമ്മൾ മുന്നേയും പറഞ്ഞിട്ടുണ്ട് ആ ഗടി പിടിയ ബഹളാണ്. ഒന്നല്ല, നമ്മള് മാക്സിമം ഞാൻ എല്ലാം എന്ന് പറയുന്നില്ല, എന്നെ കൊണ്ട് കഴിയുന്ന ഞാൻ മാക്സിമം അങ്ങനെയാണ് ചെയ്യാറ്. പിന്നെ ഈ പറഞ്ഞ പോലെ പറ്റ വൃത്തിയോട് ചെയ്യുന്നവരെ മാത്രമേ നമ്മൾ എന്ത് ചെയ്യാറുള്ളൂ, വലിച്ചു കയറിയിട്ട് അടിക്കാറുള്ളൂ. അല്ലാത്തൊക്കെ കേസുകൾ നമ്മൾ മാക്സിമം എന്താണോ രണ്ട് സ്റ്റാൻഡ് നമ്മൾ പറയാൻ നോക്കാറുണ്ട്. ലൈക്ക് അവരുടെ എന്താ ഇവരുടെ എന്താ രണ്ട് സൈഡ് നമ്മൾ നോക്കാറുണ്ട്. അങ്ങനെ റെയർ ഒക്കേഷൻസിൽ മാത്രമേ എന്തുള്ളൂ രണ്ട് സൈഡൊക്കെ നമുക്ക് നോക്കാം. ഒന്നിലും റീച്ച് ചെയ്യാൻ പറ്റായിട്ടായിരിക്കാം, അല്ലെങ്കിൽ ഒരു ഭാഗം നമുക്ക് ഭയങ്കര കൺവിൻസ്ഡ് ആയിട്ടുണ്ടാവും. അല്ല ചിലത് ഇതുപോലെ ഇപ്പോൾ അതിലേക്ക് പോലത്തെ ഒരു കേസാണ്, വേറെ ഏതെങ്കിലും കേസാണെങ്കിൽ പോലും നമുക്ക് തോന്നി കഴിഞ്ഞാൽ നമ്മൾ വിളിച്ച് ചോദിക്കാറുണ്ട്. ചോദിച്ചിട്ട് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി എന്താ അതെന്ന് ചോദിച്ചിട്ടാണ് പലതും ചെയ്യുന്നത്. എന്താണെങ്കിലും യാതിലിന് കിട്ടിയൊരു പണി കാണാൻ പോയപ്പോ നല്ല പണിയായി പോയി. ജോജുവിന് വരെ കിട്ടിയെന്നല്ല അത്രയും നല്ല പണി. അല്ല ജോജുവിന് ഒരു പണി കിട്ടിയ നല്ല പണി, ഇതായാലും നല്ലൊരു പണിയായി പോയി.